കമ്മ്യൂണിസ്റ്റുകാരനും പുരോഗമന സാഹിത്യകാരനും സർവോപരി സഖാവ് ഗോവിന്ദപിള്ളയുടെ കുടുംബത്തിൻ്റെ വകയായിട്ടുള്ള പുല്ലുവഴി ജയകേരളം സ്കൂളിലെ അധ്യാപകന് വരുന്ന കാലടി ഗോപി എഴുതിയ പ്രസിദ്ധമായ നാടകമാണ് 7 രാത്രികൾ. ഇപ്പോൾ ആ നാടകത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. എന്നാലും പഴയ തലമുറയിലുള്ള കുറേ പേരെങ്കിലും അത് കേട്ട് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ 7 രാത്രികൾ പിന്നീട് രാമു കരിയാട്ട് സിനിമയാക്കിയിട്ടുണ്ട്. 7 രാത്രികൾ എന്ന പേരിൽ തന്നെയാണ്. ഈ 7 രാത്രികളുടെ പ്രത്യേകത ഇത് ഭിക്ഷക്കാരുടെ കഥയാണ്. ഇത് മാക്സിം ഗോർക്കിയുടെ ഏതോ നാടകത്തെ അവലംബിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ടാണ് എന്നുമുണ്ട് ഐതിഹ്യം. എനിക്കതിനെപ്പറ്റി അത്ര ഉറപ്പില്ല. എന്തുവാട്ട് 7 രാത്രികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞാൽ പാഷാണം വർക്കിയാണ്, ഒരു ഭിക്ഷക്കാരൻ. ഇയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ചിത്രവുമായിട്ടാണ് പുള്ളി ഭിക്ഷയ്ക്ക് പോകുന്നത്. ആ ചിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ചോറ്റാനിക്കര ഭഗവതിയുടെ പടമാണ്, മറുഭാഗത്ത് കന്യാമറിയത്തിൻ്റെ പടമാണ്. എന്നിട്ട് വീടാന്തരം നടന്ന് അദ്ദേഹം ഭിക്ഷയായിരിക്കും. ഹിന്ദുക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോറ്റാനിക്കരയ്ക്ക് വഴിപാട് എന്ന് പറഞ്ഞ് അവിടുന്ന് ഭിക്ഷ വാങ്ങിക്കും. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് കാണിച്ച് മലയാറ്റൂർക്ക് ഒരു നേർച്ച എന്ന് പറഞ്ഞ് അവിടുന്ന് പണം വാങ്ങും. ഈ പ്രസ്ഥാനമായിട്ട് പുള്ളി കുറേക്കാലം വിലസി നടന്നു. പക്ഷേ അവസാനം ഇത് ചോദിച്ചാൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇത് മാറിപ്പോയി. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചോറ്റാനിക്കര ഭഗവതിയുടെ പടം കാണിച്ച് മലയാറ്റൂർ പള്ളിക്ക് ഒരു നേർച്ച എന്ന് പറഞ്ഞതേ വർക്കിച്ചേട്ടന് ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഊഹിക്കാവുന്ന രീതിയിൽ നടന്നു. അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റു എന്ന രീതിയിലാണ് ഈ നാടകം അവസാനിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് കാലം മുമ്പ് വായിച്ചാണ്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കും. ഇപ്പോൾ ഇത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ സുപ്രഭാതം പത്രം, ഈ സുപ്രഭാതം എന്ന് പറഞ്ഞത് EK വിഭാഗം സമസ്തയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു മലയാള പത്രമാണ്. അതിന് അത്ര വലിയ സർക്കുലേഷനൊന്നും എനിക്ക് തോന്നില്ല. ആ പത്രത്തിൻ്റെ 1-ാം പേജിൽ നമ്മുടെ LDFൻ്റെ ഒരു പരസ്യമുണ്ട്. ഈ പത്രത്തിൽ നേരത്തെ LDFൻ്റെ പരസ്യം വന്നപ്പോൾ പ്രകോപിതരായ ലീഗുകാർ പത്രം കത്തിക്കുകയും അതേ തുടർന്ന് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം മോശമാവുകയൊക്കെ ചെയ്തു എന്നൊരു വാർത്തയുണ്ട്. അതൊക്കെ അവരുടെ അടുക്കള കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇന്നത്തെ സുപ്രഭാതത്തിൻ്റെ 1-ാം പേജിൽ വീണ്ടും LDFൻ്റെ പരസ്യം വന്നിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കാൻ LDF മാത്രം എന്ന രീതിയിലാണ്. അതിൻ്റെ കൂടെ ഒരു മുസ്ലിം ബാലികയുടെ ചിത്രവുമുണ്ട്. തലയിൽ പർദ്ദയൊക്കെ ധരിച്ച അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച ഒരു മുസ്ലിം ബാലികയുടെ പടവുമുണ്ട്. ന്യൂനപക്ഷങ്ങളെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ LDF മാത്രം എന്നുള്ളതാണ് പരസ്യം. കൂടാതെ നമ്മുടെ കാരണഭൂതൻ്റെ ഒരു ചിത്രം കൂടിയുണ്ട്. ഇനി LDFും UDFും തമ്മിൽ ആൾക്കാർ തെറ്റിപ്പോയതല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ സുപ്രഭാതത്തിൻ്റെ 1-ാം പേജിലുണ്ട്. ഏതാണ്ട് അതേ രീതിയിലല്ല, വേറൊരു രീതിയിൽ ഒരു പരസ്യം ദീപികയുടെ 1-ാം പേജിലുണ്ട്. ദീപികയുടെ 1-ാം പേജിൽ മണിപ്പൂരിനെ കുറിച്ചിട്ടാണ് സഖാക്കൾ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നത്. മണിപ്പൂരിൽ സംഭവിച്ച പോലുള്ള ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ LDFനെ വിജയിപ്പിക്കുക, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന പരസ്യം ദീപികയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പാഷാണം വരയ്ക്ക് എനിക്ക് ഓർമ്മ വന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മുസ്ലിം ബാലിക, മറുവശത്ത് മണിപ്പൂർ. ഇത് മറിച്ചാണ് കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി എന്നാലോചിക്കാം. ഏതായാലും ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെയും അതുപോലെ മുന്നണിയുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാനും മതേതര മൂല്യങ്ങൾ, ജനാധിപത്യ സങ്കല്പം ഒക്കെ പരിപോഷിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പോൾ അത്ര നല്ല സമയമല്ല ഇടതുപക്ഷ മുന്നണി. സർക്കാരിൻ്റെ പ്രവർത്തനത്തോട് പാർട്ടിക്കാർക്ക് തന്നെ അത്ര വലിയ യോജിപ്പില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൃത്യസമയത്ത് കിട്ടുന്നില്ല. പെൻഷനുകൾ മുടങ്ങിയിട്ട് വളരെ കാലമായി. അതിൻ്റെ 1-2 ഗഡുക്കൾ ഈ വിഷു പ്രമാണിച്ച് വിതരണം ചെയ്തു എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും. അതുപോലെ DYFIക്കാരുടെ രക്ഷാപ്രവർത്തനം, മുഖ്യമന്ത്രിയുടെയും സഹപ്രവർത്തകരുടെയും അതിഗംഭീരമായ നവകേരള സദസ്സ്, പിന്നെ SFIക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള കലാപരിപാടികൾ, തോറ്റവർ ജയിക്കുന്നു, ജയിച്ചവർ തോൽക്കുന്നു, കോളേജിന് ഇലക്ഷൻ നിൽക്കാൻ പറ്റാത്തവൻ അല്ലെങ്കിൽ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാകാൻ മത്സരിക്കുന്നു, BCom തോറ്റവന് MComന് പഠിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിപ്ലവകരമായ പുരോഗതി. അതുപോലെ ഒരു സഖാവ് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി നേടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പരീക്ഷയ്ക്ക് പണം അടക്കാത്ത സഖാവ് ഉയർന്ന മാർക്കോടി പാസ്സാവും. ഇതുപോലെയൊക്കെയുള്ള പരിഷ്കാരങ്ങളോട് ജനങ്ങളുടെ ഇടയിൽ അത്ര വലിയ പ്രതിപത്തി ഉണ്ടായിട്ടില്ല. അതിനുപരിയായിട്ടാണ് ഈ പൂക്കോട് ഒരു ചെറുപ്പക്കാരൻ വളരെ ദാരുണമായ രീതിയിൽ മരണപ്പെട്ട സംഭവം.
അതിനു പുറത്താണ് നമ്മുടെ പാനൂരിൽ ബോംബ് പൊട്ടി ഒരു സഖാവ് വീരമൃത്യു വരിച്ച സംഭവം. അതിനും പുറകെയാണ് ശൈലജ ടീച്ചറുടെ മോർഫ് ചെയ്ത വീഡിയോ ഉണ്ടെന്ന് പ്രചരിപ്പിക്കും, പിന്നെ ഇല്ല എന്ന് ടീച്ചർ തന്നെ ഏറ്റു പറയുകയും ചെയ്തതുപോലുള്ള സംഭവം. എല്ലാത്തിനും ഉപരിയാണ് അൻവർ സഖാവിൻ്റെ വാമൊഴി വഴക്കം. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. ഈ രാഹുൽ ഗാന്ധിയോട് മലയാളികൾക്ക് പൊതുവേ ഒരു സ്നേഹമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ കണ്ടാണ്. അപ്പോൾ അത്രയും വലിയൊരു നേതാവിനെക്കുറിച്ച് ഈ അൻവറിനെ പോലെ ഒരു സമീപകാലം വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാളെ കൊണ്ട് ഈ രീതിയിലുള്ള പ്രസ്താവന നടത്തിച്ചതിൽ പൊതുവെ ആളുകൾക്കുണ്ടായിട്ടുള്ള ഒരു വലിയ വലിയ സ്നേഹം. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിന്നെ തൃശ്ശൂർ പൂരം ഗംഭീരമായി നടത്തിയത് അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ പോലീസ് കമ്മീഷണർ ചെയ്ത ധീരോദാത്തമായ പ്രകടനം, ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ്. LDFന് വോട്ട് ചെയ്യാൻ വെമ്പി എവിടെ ഇലക്ട്രോണിക് യന്ത്രം എന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ വക പരസ്യങ്ങൾ വരുന്നത്. ഒന്നിൽ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് മണിപ്പൂർ, മുസ്ലിങ്ങളെ ഉദ്ദേശിച്ച് മതേതരത്വം, സംഗതി രണ്ട് ജോറായിട്ട്. അപ്പോൾ ഹിന്ദുക്കളെ ഉദ്ദേശിച്ച് ഒരു പരസ്യം ജന്മഭൂമിയിലും കൂടി കൊടുക്കാൻ പറ്റും, എങ്കിലേ അത് ബാലൻസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഹിന്ദുക്കളെ അവഗണിച്ചു എന്നല്ലേ അവർക്ക് തോന്നുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. ഈ നാട്ടിലെ മുസ്ലിങ്ങളിൽ വളരെ കുറച്ച് പേര് മാത്രമാണ്, അത് EK സുന്നിയിൽ തന്നെയുള്ള ഹാർഡ് കോർ സുന്നികൾ മാത്രമാണ് സുപ്രഭാതം വായിക്കുന്നത്. AP സുന്നിക്കാർ, അവരാണ് അരിവാൾ സുന്നി അല്ലെങ്കിൽ വത്തക്ക സുന്നി എന്നറിയപ്പെടുന്നത്. അവരാണ് പരമ്പരാഗത മാർക്സിസ്റ്റ് പിന്തുണക്കാർ. ആ പത്രത്തിലല്ലേ പരസ്യം കൊടുക്കേണ്ടിയിരുന്നത്, അത് കൊടുത്തില്ല. പിന്നെ ഈ രണ്ട് പത്രത്തെക്കാളും കൂടുതൽ സർക്കുലേഷനുള്ള പത്രം മാധ്യമമാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമത്തിലാണ് പരസ്യം കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവരുടെ പരസ്യം മാധ്യമം സ്വീകരിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFനാണ്. അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റിയില്ല. പിന്നൊരു പത്രം ചാന്ദ്രികയാണ്, അതിൽ കൊടുക്കാൻ പറ്റിയില്ല, കാരണം മുസ്ലിം ലീഗിൻ്റെ പത്രമാണ്. ഏതായാലും സുപ്രഭാതത്തിൽ കൊടുത്തു. അതേസമയത്ത് സിറാജിലോ ചാന്ദ്രികയിലോ മാധ്യമത്തിലോ കൊടുത്തില്ല. അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മുടെ പാർട്ടിയോടും വിപ്ലവ പ്രസ്ഥാനത്തോടുമുള്ള മതിപ്പിന് ചെറിയ കുറവ് സംഭവിക്കും. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ സുപ്രഭാതവും സിറാജും അതുപോലെ ചാന്ദ്രികയും മാധ്യമവും വായിക്കുന്നതിൽ കൂടുതൽ മുസ്ലിങ്ങൾ കാശ് കൊടുത്ത് വായിക്കുന്ന പത്രം മലയാള മനോരമയാണ്. അത് കഴിഞ്ഞാൽ മാതൃഭൂമിയാണ്. കാരണം ആളുകൾക്ക് വിവരം അറിയാൻ വേണ്ടിയിട്ടുള്ള പത്രം വായിക്കുന്നത്. ഈ രണ്ട് പത്രങ്ങളിലും ഈ പരസ്യം കൊടുത്തില്ല. പിന്നെ ഈ ദീപിക വായിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ കത്തോലിക്കർ മാത്രമേ ദീപിക വായിക്കുള്ളൂ. അത് തന്നെ വല്ല കന്യാസ്ത്രീ പടത്തിലോ പള്ളിയിലച്ചന്മാരൊക്കെ ദീപിക വായിക്കുള്ളൂ. കാര്യങ്ങളറിയാൻ വേണ്ടി മനുഷ്യർ മനോരമയെ വായിക്കാം. അപ്പോൾ രണ്ടായാലും ഈ പരസ്യം കൊടുക്കേണ്ടിയിരുന്ന മനോരമയിലാണ്. രണ്ട് പരസ്യവും കൂടി തോൾ ചേർന്ന് മനോരമയിൽ കൊടുക്കായിരുന്നു. അപ്പോഴൊരു വലിയ പ്രശ്നമുണ്ട്. ഏത് കാലത്തും ഇടതുപക്ഷത്തെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വെമ്പി നിൽക്കുന്ന പത്രമാണ് മലയാള മനോരമ. അതിൽ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ പരസ്യം കൊടുത്ത ആൾക്കാർ കുറേ കണ്ടത് മാർക്സിസ്റ്റുകാർ മനോരമയിൽ പരസ്യം കൊടുക്കാൻ തുടങ്ങി. അവിടെ ദേശാഭിമാനിയിൽ കൊടുത്ത ആരും വായിക്കില്ല എന്നുള്ളതുകൊണ്ട്. ഏതായാലും പരസ്യം കൊടുത്തത് നന്നായി. ഇനി മേലിൽ കൊടുക്കുമ്പോൾ ഈ സുപ്രഭാതത്തിലും അതുപോലെ സിറാജിലും ഒക്കെ കൊടുക്കുന്നതിന് പകരം അല്പം ചെറിയ പരസ്യമാണെങ്കിൽ പോലും അത് മനോരമയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആൾക്കാർ വായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ. ഇനി മനോരമക്കാർ സഖാവ് പിണറായി വിജയനോട് പ്രത്യേകിച്ച് സവിശേഷമായ ഒരു സ്നേഹവും ആദരവുമുള്ളൊരു പത്രമാണ്. അതുകൊണ്ടുള്ള അവർ പണ്ട് വിജയൻ മിന്നൽ പിണറായി എന്ന് ടൈറ്റിൽ കൊടുത്ത് മാത്യു മരിച്ചപ്പോൾ അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അടിക്കാൻ പോയില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വെറുതെ ഒരു കാൽപ്പായ കടലാസിൽ മാത്യു മരിച്ച വിവരം അറിഞ്ഞു ദുഃഖിക്കുന്നു എന്നൊരു കത്തെഴുതി അയക്കണം ചെയ്തത്. പക്ഷേ സഖാവ് പിണറായി വിജയൻ നേരിട്ട് വന്ന് അവിടെ പുഷ്പചക്രം അർപ്പിച്ചു. അങ്ങനെ ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ട് ചെറിയ റേറ്റൊക്കെ അവർ വേണമെങ്കിൽ കുറച്ച് തരും. പിന്നെ മനോരമയ്ക്ക് ഒരു അന്തസ്സല്ലേ LDFൻ്റെ പരസ്യം 1-ാം പേജിൽ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി മേലിൽ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ സുപ്രഭാതത്തിലും ചാന്ദ്രികയിലും അല്ലെങ്കിൽ സിറാജിലും ദീപികയിലൊന്നും പരസ്യം കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. ഇത് വാങ്ങിക്കുന്നവർ തന്നെ ഇത് വായിക്കുകയില്ല, വായിക്കുന്നവർ തന്നെ ഈ പരസ്യം കാണുകയില്ല, കണ്ടാലും ഒരു ഫലം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മേലിൽ പരസ്യം കൊടുക്കുമ്പോൾ മനോരമയിൽ കൊടുക്കുക. ഇനി മനോരമക്കാർ മാർക്സിസ്റ്റുകാരുടെ പരസ്യം സ്വീകരിക്കില്ലെങ്കിൽ മാതൃഭൂമിയിൽ കൊടുക്കുക, അവരേതായാലും പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ വഴിക്ക് ചിന്തിക്കുക. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.